നമസ്കാരം. നമ്മുടെ സമൂഹത്തിൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ വഞ്ചിക്കപ്പെടുന്നത് ഭൂതം, പ്രേതം, പിശാച്, ആത്മാവ്, കൂടോത്രം, മന്ത്രവാദം, കുട്ടിച്ചാത്തൻ എന്നിവയുടെയൊക്കെ പേരിലാണ്. പലപ്പോഴും കുടുംബത്തിൽ മരിച്ചുപോയവരുടെ ആത്മാവ് ഗതി കിട്ടാതെ അലഞ്ഞു തിരിയുന്നുവെന്നും ഈ ആത്മാവിന് ശാന്തി നൽകിയെങ്കിൽ മാത്രമേ അവിടെയുള്ള പ്രശ്നങ്ങൾ അവസാനിക്കുകയുള്ളൂ എന്നും പറഞ്ഞ് പ്രശ്നപരിഹാരത്തിനായി ലക്ഷങ്ങൾ തട്ടിയെടുക്കുന്ന അവസ്ഥ ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടി അനന്തരകർമ്മങ്ങളായി ചെയ്യുന്നവയെല്ലാം അവരുടെ ആ വ്യക്തിയുടെ ആത്മാവിന് ശാന്തി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ജന്മം മുതൽ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ ചിന്തയ്ക്ക് തന്നെ കൂച്ചുവിലങ്ങിടുന്നു എന്നതാണ് സത്യം. യഥാർത്ഥത്തിൽ ആത്മാവ് എന്നാൽ എന്താണ്? മരിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് പോകുന്ന ഒരു ആത്മാവുണ്ടോ? ശാസ്ത്രലോകത്തിന് ഇതിന് വ്യക്തമായ ഉത്തരമുണ്ട്. ഇവിടെ ഒരു മെഴുകുതിരി നാളം നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിന് അതീവമായ ശക്തിയുണ്ട്, സൗന്ദര്യമുണ്ട്, ഓജസ്സുണ്ട്. ഈ മെഴുകുതിരി നാളത്തെ ഈ ഒരു ഗ്ലാസ് ടംബ്ലർ കൊണ്ട് മൂടുകയാണ്. കണ്ടില്ലേ? ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ മെഴുകുതിരി നാളത്തെ ടംബ്ലർ കൊണ്ട് മൂടിക്കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിക്കുന്നുവെന്ന് നിരീക്ഷിക്കുക. ഇവിടെ അതിൻ്റെ ഓജസ്, വീര്യം, ശക്തി അത് കുറഞ്ഞു വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. വളരെ വ്യക്തമായി കാണുവാൻ സാധിക്കും. അത് മങ്ങി വരുന്നുണ്ട്. ഈ തീനാളം പതിയെ ആയി മാറുന്നു. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് മെല്ലെ അണഞ്ഞു പോകുന്ന അവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ ഈ കെട്ടുപോയ തീനാളം വായുവിൽ ലയിച്ചു ചേർന്ന് അലഞ്ഞു തിരിയുകയാണോ? ഒരിക്കലുമല്ല. ജ്വലനത്തിന് സഹായകമായ ഓക്സിജൻ സ്വീകരിക്കാൻ അതിന് സാധിക്കാതെ വന്നപ്പോഴാണ് ഇന്ധനമുണ്ടായിട്ടും അത് അണഞ്ഞു പോയത്. മരണവും ഇതുപോലെയാണ്. പല കാരണങ്ങളാൽ ഓക്സിജൻ സ്വീകരിക്കാൻ ശരീരത്തിന്, അതിൻ്റെ അവയവങ്ങൾക്ക് സാധിക്കാതെ വരുമ്പോഴാണ് നമ്മുടെ ജീവൻ നഷ്ടപ്പെടുന്നത്. അതായത് ശരീരത്തിന് ഓക്സിജൻ സ്വീകരിക്കാൻ കഴിയാത്ത ഈ അവസ്ഥയാണ് മരണം എന്ന് ശാസ്ത്രം അടിവരയിടുന്നു. അല്ലാതെ ശരീരത്തിൽ നിന്ന് ഒരു ആത്മാവ് ഇറങ്ങി പുറത്തേക്ക് പോകുന്നതല്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇല്ലാത്ത ഒരു ആത്മാവിൻ്റെ പേരിലാണ് നമ്മൾ ഈ ചൂഷണമെല്ലാം നടക്കുന്നത്. കുട്ടിക്കാലത്ത് തന്നെ നമ്മുടെ മനസ്സിൽ കുടുങ്ങിക്കിടക്കുന്ന ഇത്തരം അന്ധവിശ്വാസങ്ങളുണ്ട്. നമ്മുടെ സമൂഹത്തിൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഇത്തരം അന്ധവിശ്വാസങ്ങൾ, നമ്മൾ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്ന ഇത്തരം അന്ധവിശ്വാസങ്ങൾ, ഇത് നമ്മൾ ശീലിക്കുന്നത് കൊണ്ടാണ് വിദ്യാസമ്പന്നരായാൽ പോലും, ശാസ്ത്രജ്ഞന്മാരായാൽ പോലും, ഡോക്ടർമാരായാൽ പോലും ഇത്തരം സംഭവങ്ങൾ പകച്ചു പോകുന്നത്, അവർ ഈ വിശ്വാസം പിന്നെയും പിന്തുടരുന്നത്. ഒരു നിമിഷം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നവയല്ല ഇത്തരം വിശ്വാസങ്ങൾ. എന്നാൽ രുദ്രാക്ഷ മഹാത്മ്യവും വലംപിരി ശംഖുകളും ഏലസ്സുകളും മന്ത്രതന്ത്രങ്ങളും കൊടിക്കുത്തി വാഴുന്ന നമ്മുടെ നാട്ടിൽ ഇവയുടെയൊക്കെ പേരിലുള്ള തട്ടിപ്പുകൾക്കും ചൂഷണങ്ങൾക്കും വിധേയരാകുന്നതിന് മുൻപ് ഒരു നിമിഷമെങ്കിലും ചിന്തിക്കാൻ നമ്മൾ മറന്നു പോകരുത്. അത്രമാത്രം. താങ്ക് യു സോ മച്ച്.